അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലും ഉണ്ടായപ്പോൾ കേരളത്തിൽ വില പുതിയ റെക്കോർഡുകൾ താണ്ടി. പവന് ഒറ്റയടിക്ക് ഇന്ന് 6000 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവന്റെ വില 60,200 രൂപയിലേക്ക് എത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില 60,000 കടക്കുന്നത്. ഗ്രാമിന് 75 രൂപ കൂടി 7,525 രൂപയിലേക്ക് എത്തുകയും ചെയ്തു. 2024 ഒക്ടോബർ 31 രേഖപ്പെടുത്തിയ 59,640 രൂപയായിരുന്നു സംസ്ഥാനത്ത് ഇതുവരെ ഒരു പവന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $2,719 രാജ്യത്തെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആയ MCX-ൽ 10 ഗ്രാം 24 കാരറ്റ് സ്വർണ്ണവില 81,413 രൂപയാണ്. ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ തകർച്ചയും വിലയിടിവിന് കാരണമായിരിക്കുകയാണ്. സ്വർണത്തിന്റെ ഈ മുന്നേറ്റം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകം വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റാണ്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറക്കുമതി നിയന്ത്രിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും സർക്കാർ സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 2024 ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ അടക്കം ഇറക്കുമതി തീരുവ വലിയ രീതിയിൽ കുറച്ചിരുന്നു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് അടക്കം 15% ഇറക്കുമതി തീരുവ 6% കുറയ്ക്കുകയായിരുന്നു. എന്നാൽ ഇതിലൂടെ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഇറക്കുമതി തീരുവ 10% എത്തുമെന്നാണ് അഭ്യൂഹം. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ ഇറക്കുമതി തീരുവ കുറച്ചത് വലിയ വിലയിടിവിനും ഇറക്കുമതിയിലെ വർധനവിനും കാരണമായിരുന്നു. 2024 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ സ്വർണ്ണ ഇറക്കുമതി മൂല്യം 104% വർദ്ധിച്ച് $10.06 ബില്യൺ എത്തിയത്. 2024 ഇന്ത്യ ആകെ $47 ബില്യൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്നതിനോടൊപ്പം തന്നെ ഇറക്കുമതിയിലെ ഇടിവിനും കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം വിദേശത്തു നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്തും വർദ്ധിച്ചേക്കാം. അതേസമയം മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് ആം ആദ്മി ചെയർമാൻ അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര ബജറ്റ് മധ്യവർഗത്തിന് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇന്ത്യയുടെ യഥാർത്ഥ സൂപ്പർ പവറായി മധ്യവർഗത്തെ തിരിച്ചറിയണം. തെരുവുകൾ മുതൽ പാർലമെന്റ് വരെ ഇടത്തരക്കാരുടെ ശബ്ദമായി ആം ആദ്മി പ്രവർത്തിക്കുമെന്നാണ് കെജ്രിവാൾ ഉറപ്പു നൽകിയത്. കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്താൻ 7 ആവശ്യങ്ങളും കെജ്രിവാൾ ഉന്നയിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, നികുതി ഇളവ്, പെൻഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്.